ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ ഇറേസ് ചെയ്യാം. അതായത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ്. ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. പിന്നെ നമ്മുടെ ഫോട്ടോഷോപ്പും പിക്സാർട്ടൊക്കെ എല്ലാം അറിയാവുന്നതാണ്. അതൊക്കെ ഇപ്പം അതായത് പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ അതിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ഒരാളിന് മാത്രമായിരിക്കും നമുക്കൊരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് അതായത് ഇറേസ് ചെയ്യാനൊക്കെ സാധിക്കുന്നുള്ളൂ. എന്നാൽ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്കൊരു ഇമേജിനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുമ്പോൾ ഫോട്ടോ ഫ്യൂസ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതിലൊരു ഇൻട്രോ നമുക്ക് കാണിച്ചു തരും ഇത് യൂസ് ചെയ്യേണ്ടത്. അതാണ് ഇത് കാണിക്കുന്നത്. പിന്നെ നമുക്കിതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്കിതിനായിട്ട് എൻട്രിങ് ആയിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണോ അതൊന്ന് എൻട്രി ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മുടെ യൂസർ നെയിം ഇവിടെ എന്താണോ നമുക്ക് ഇഷ്ടമുള്ളൊരു യൂസർ നെയിം കൊടുക്കാം. ഞാനിവിടെ എൻ്റെ പേര് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എറർ മെസ്സേജ് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഷോർട്ടായിട്ടുള്ള നെയിമാണ്. അപ്പോൾ അതൊന്ന് മാറ്റി നമുക്ക് ഇഷ്ടമുള്ളൊരു കൊടുക്കുക. ഇനി ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ്, നമ്മുടെ ഇമെയിൽ ഐഡിയുടെ ജിമെയിലിൻ്റെ പാസ്വേഡൊന്നുമല്ല, നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡും അതിൻ്റെ കൺഫേം ചെയ്യാം. അപ്പോൾ മാച്ചിങ് ആണെങ്കിൽ കാണിക്കും. പിന്നെ നമുക്കിവിടെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ലോഗിൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സൈൻ ആവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. ആർക്കും തന്നെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട ഒരാവശ്യമില്ല. ഇവിടെ പ്ലസ് എന്നൊരു ഐക്കൺ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏത് ഫോട്ടോയാണോ നമുക്ക് ചെയ്യേണ്ടത് അതൊന്ന് ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് ഇവർ സാമ്പിളായിട്ട് കുറച്ച് ഫോട്ടോസും എക്സാമ്പിളൊക്കെ തന്നിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടെങ്കിൽ അത് കണ്ടിന്യൂ കൊടുക്കാം. ഇനി നമ്മുടെയൊക്കെ ഏതാണ് ക്യാമറയിൽ നമുക്ക് ഡയറക്റ്റ് ഒരു ഫോട്ടോ എടുക്കണോ അതോ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോയാണോ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഗാലറിയുടെ ആക്സസ് പെർമിഷനൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ഏത് ഫോട്ടോയാണോ നമുക്കിവിടെ ഇറേസ് ചെയ്ത് മാറ്റേണ്ടത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാക്കേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ഒരു ബാഗിൻ്റെ ഇമേജാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ കുറച്ച് ടൈം എടുത്ത് ഇമ്പോർട്ട് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് മെസ്സേജസ് ആണെങ്കിൽ അത് നമുക്കൊന്ന് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതൊന്ന് ഓപ്പണായി നിൽക്കും. നമ്മളിവിടെ താഴെ മാജിക് എന്നുള്ളൊരു സെക്ഷൻ സെലക്ട് ആയി കിടക്കും. ഇനി നമ്മൾ ഓപ്പണാക്കി വെച്ചിട്ടുള്ള ഒബ്ജക്റ്റ് മാത്രം ഒന്ന് നമുക്കിങ്ങനെ ഒന്ന് നമ്മുടെ കൈ കൊണ്ടൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത് സെലക്ട് ആവുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് സെലക്ട് ആയി കൊടുക്കുക. നമ്മുടെ ആ എന്ത് ഇമേജ് ആണോ അതൊന്ന് സെലക്ട് ആയി കൊടുക്കുക. എന്നിട്ട് ഇത്രയും കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളെ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് നമ്മളെ ഹാൻഡ് ഒന്ന് റിലീസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഫിനിഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോസസ്സിംഗ് ഒക്കെ അപ്ലോഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫോട്ടോയുടെ കംപ്ലീറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടക്കും. നമ്മുടെ ജസ്റ്റ് നമ്മുടെ ഫോട്ടോ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഫോട്ടോ ഒരു വലിയ ഭംഗിയൊന്നും ഇല്ലാത്തതായിട്ട് കാണാൻ സാധിക്കും. അതെന്തെന്ന് വെച്ചാൽ ഞാനിവിടെ വളരെ സ്പീഡായിട്ടാണ് എൻ്റെ പ്രോസസ്സൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാഗിൻ്റെ കറക്റ്റ് ഭാഗം അതായത് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ കറക്റ്റ് അകത്ത് നിൽക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് വെളിയിലോട്ട് സെലക്ട് ചെയ്യാണ്ടിരിക്കുക. എന്നാൽ മാത്രം നമുക്ക് ഈ ഒബ്ജക്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ചെയ്തത് കറക്റ്റായിട്ട് കട്ടായിട്ടൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിലേക്ക് ചിലപ്പോൾ ആവശ്യം വരുന്നൊരു കാര്യമായിരിക്കും. ഇപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാനൊക്കെ ഇപ്പോൾ ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത് ഇപ്പോൾ അതിലെന്തെങ്കിലും കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് മാത്രമായിരിക്കും. അല്ലെങ്കിൽ പിക്സാർട്ട് അതുപോലെ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് വളരെ പെട്ടെന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഈ ആപ്ലിക്കേഷൻ്റെ എന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് വേറെ ഒരു ആപ്ലിക്കേഷനെ പോലെയല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.